അഞ്ചാമത്തെ ആലയം സഭയാകുന്ന ആലയം. ഈ ആലയത്തിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് അതിനെപ്പറ്റി തന്നെ നിൽക്കും. എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി കമ്പിവാചകം പോലെ ഇനി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവാലയത്തിൽ നമുക്കറിയാം പലവിധ ഉപകരണങ്ങളുണ്ട്, എല്ലാം വിവരിക്കുന്നില്ല. അതിൽ എടുത്തു പറയപ്പെട്ട ഒരു ഉപകരണമാണ് പെട്ടകം. ആ പെട്ടകത്തിന് 2.5 മുഴം നീളം, 1.5 മുഴം വീതി. അതിൻ്റെ മുകളിൽ പൊന്നുകൊണ്ടൊരു ഒരു വരിപ്പുണ്ട്. ആ വരിപ്പിന് മുകളിലായിട്ട് അതേ കണക്കിൽ 2.5 മുഴം നീളത്തിലും 1.5 മുഴം വീതിക്ക് ഒരു പലക കൊണ്ട് ചാർത്തും. ആ പലകയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി മുഖത്തോടും മുഖം നോക്കി 2 കെറൂബിനെ കൊണ്ട് സ്ഥാപിക്കും. ആ കെറൂബിന്റെ നടുവിലായിട്ട് ചാർത്തിയിട്ടിരിക്കുന്ന പലകയുടെ ഇടയ്ക്കാണ് ഷെഖേന അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം അങ്ങോട്ട് വന്ന് വെളിപ്പെടുന്നത്. എനിക്ക് ഇതിനോടനുബന്ധിച്ച് വാക്യങ്ങൾ ചേർത്ത് കോർത്ത് വേറെ പാട്ടൊക്കെ ഉണ്ട്, അതോടെ ചേർത്ത് ആ വരേണ്ടത് നേരെയില്ല. ഞാൻ വേണേ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരൂടെ തുരുത്തിക്കാടുകാർ പണ്ടൊരു ഉപദേശിച്ച് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം തിരുത്തി ഇവിടെ ഇരുന്ന് തരും. എന്നാലും സമയത്തെ നാളെ സഹായം നമുക്കുള്ളതാണ്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമേ അല്ല. പെട്ടകവും അതിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന. പെട്ടകവുമതിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന. ഇട്ടുവച്ചിടുന്നോരു പൊൻപാത്രം ആഹേറോൻ തളിർത്ത വടി. ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിജയമേ. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിജയമേ. അതെ, KM മാത്യുച്ചാൻ്റെ പാട്ട എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിയത്തില്ല. പേരിശ്ശേരി മത്തായിച്ചൻ ഒരു ഭക്തനായ ദൈവദാസനായിരുന്നു. പേരിശ്ശേരി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കളെ കണ്ടിട്ടുണ്ട്, മത്തായിച്ചനെ കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത് നല്ല പാട്ടെഴുതിയ പലരിൽ ഒരാളാണ് പേരിശ്ശേരി മത്തായിച്ചൻ, വേറൊരാളാണ് CT മത്തായിച്ചൻ. നിങ്ങളിപ്പോൾ പറയാം നേരം പോയ നേരത്തെ ഇയാൾ ഈ മത്തായിച്ചന്മാരുടെ കാര്യമല്ല, ഇത് പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് അറിയണ്ടേ. CT മത്തായിച്ചൻ്റെ പാട്ടാ ഞങ്ങൾ സാധാരണ സഭായത്തിന് പാടും, നിങ്ങളിൽ ചിലർ പാടും. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേ. ഇതൊക്കെ ഈ സഭായം തുടങ്ങുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാ. അടുത്ത കാലത്ത് ഒരു യോഗത്തിന് ചെന്നപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞ ഒരു പാട്ട് പാടാൻ ആരുമില്ല. പാടേ പാസ്റ്റർക്കും വലിയ തിട്ടമില്ലെന്നാ തോന്നുന്നേ. ഇല്ല, പുള്ളി അങ്ങ് തുടങ്ങണ്ടായിരുന്നു. പാടുന്ന പറഞ്ഞപ്പോൾ ഒരു തള്ള ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ, സഭായം തുടങ്ങുക. ഞാൻ തേജായിരുന്നു ചോദിച്ചു തള്ളക്ക് എന്നാ പറ്റി, ഒലിവുമല ഒരുങ്ങി കഴിഞ്ഞെന്ന്. ഒരു യോഗം തുടങ്ങുമ്പോൾ ഈ പാട്ടാണ്. പാട്ട് തെറ്റാന്ന് ഞാൻ പറയല്ല, യോഗാരംഭത്തിൽ പാടേണ്ട പാട്ടില്ലയോ. അപ്പോൾ ഭക്തന്മാരെഴുതിയ നല്ല വരികളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് പാടിയ പാട്ട് പേരിശ്ശേരി മത്തായിച്ചൻ്റെ പാട്ടാണ്, നല്ല പാട്ടാണ്. അതെ, അപ്പോൾ 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് പട്ടകം തീർത്തതിൻ്റെ മുകളിൽ പൊന്നുകൊണ്ടൊരു വക്കും വരിപ്പും ഇട്ട് അതിന് മുകളിലൊരു പലക അങ്ങോട്ട് ചാർത്തി ആ പലകയുടെ അപ്പുറം ഇപ്പുറം 2 കെറൂബിനെ അങ്ങോട്ട് സ്ഥാപിച്ച് ആ കെറൂബിൻ്റെ നടുവിലായി ചാർത്തിയിട്ട പലകയുടെ ഇടയ്ക്ക് ഷെഖേന അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നത്. നമ്മൾ ആ യഗസ്കേൽ പ്രവചനത്തിൽ വായിച്ച വാക്യങ്ങൾ മറന്നിട്ടില്ല. ആ കെറൂബിൻ്റെ നടുവിലായി ചേർത്തുകിട്ട പലകയുടെ മുകളിൽ നിൽക്കേണ്ട മഹത്വം അവിടെ നിന്നില്ല. ആ മഹത്വം അവിടെ നിന്ന് നേരെ കെറൂബിൻ്റെ മുകളിൽ വന്ന് നിന്നു. കെറൂബിൻ്റെ മുകളിൽ വന്ന മഹത്വം അവിടെ നിന്നില്ല. ഇത് നേരെ ഉമ്മരപ്പടികയുടെ മീതെ പോയി നിന്നു. ഉമ്മരപ്പടികയുടെ മീതെ പോയ മഹത്വം അവിടെ നിന്നില്ല, നേരെ വാതുക്കെ പോയി നിന്നു. വാതുക്കെ പോയ മഹത്വം അവിടെ നിന്നില്ല, നേരെ കിഴക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ പോയി. പർവ്വതത്തിൻ്റെ മുകളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല, നേരെ മേപ്പോട്ട് പോയി.
എന്ന് പറഞ്ഞാൽ ദൈവാനുഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു. ഈ യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ 10-11 അധ്യായം പഠിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ അതൊരു 10 കൂട്ടം കാര്യമുണ്ട്. അതെല്ലാം ഇപ്പൊ പറഞ്ഞാൽ പോയി പറ്റുണ്ടാകുകയില്ല. 10 കൂട്ടം കാര്യം അത് പറഞ്ഞങ്ങ് വിടാം, അതേ ഒക്കുള്ളൂ. ഒന്ന്, ഇവര് മത്സരഗൃഹമാണ്, മത്സരമാണ്. ഇപ്പൊ ആത്മീക ലോകത്തും എല്ലാം മത്സരമല്ലേ? ഈ മത്സരമുള്ളിടത്ത് ദൈവമഹത്വം വെളിപ്പെടുകയല്ല. സെക്രട്ടറിയും ട്രഷററും മത്സരം, കമ്മിറ്റിയും കൈക്കാരും മത്സരം, സഭയ്ക്കകത്ത് പാനല് മത്സരം. നീ അമ്പാരടിച്ച് പൊട്ടിക്കാന്നല്ലാതെ മഹത്വം വെളിപ്പെടുകയല്ല. പാട്ടുകാരെ ഇറക്കി, ഇന്നൊരു പാട്ട്, നാളെ വേറൊരു പാട്ടുകാർ, മറ്റന്നാൾ വേറൊരു, മുഴുവൻ ഗ്രൂപ്പിസമാണ്. എവിടെ മഹത്വം വരാനാ? ഞാൻ പറഞ്ഞ മാത്യു ചാന് മനസ്സിലായില്ലേ? കുഞ്ചാന് പിടികിട്ടിയില്ലേ? കുഞ്ചാനിപ്പോൾ അതേമേ വന്നതിപ്പം വന്നത് ഗുണമായി. എടാ, സഭയ്ക്കകത്ത് മത്സരം നടത്തിയാൽ ദൈവമഹത്വം വെളിപ്പെടുകയല്ലെന്ന്. സഭ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. ഇതിനകത്ത് പാനല് പരിപാടി നടക്കത്തില്ല, നടത്തരുത്. ഗ്രൂപ്പിസം, പാനല്, ഓവർസീറുടെ പക്ഷം, ഓവർസീർക്ക് എതിരായിട്ട് ഒരു പക്ഷം, എല്ലാം ഒരു സ്റ്റേജിൽ. സൂപ്രണ്ടിന്റെ പക്ഷം, സൂപ്രണ്ടിന്റെ എതിർ പക്ഷം, എല്ലാം ഒരു സ്റ്റേജിൽ. പ്രസിഡന്റിന്റെ പക്ഷം, പ്രസിഡന്റ് എതിര്. നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ ശൂന്യങ്കാരി പറഞ്ഞ പോലെ എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും ഞാൻ കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നേ. സ്തോത്രം. മത്സരമല്ലേ? സെക്രട്ടറി ആകാൻ, ട്രഷറർ ആകാൻ, പ്രസിഡന്റ് ആകാൻ, കമ്മിറ്റി കയറാൻ, കൈക്കാരനാകാൻ. മിക്ക സഭകളും എടുത്ത് മിക്ക ഇടങ്ങളും മത്സരമുള്ളിടത്ത് ദൈവമഹത്വം വെളിപ്പെടുകയല്ല, വിട്ടുപോകും. എന്നാൽ മത്സരബുദ്ധിയില്ലാതെ ഏകാത്മാവിൽ നിറഞ്ഞ്, ഏക സ്നേഹം പൂകൊണ്ട്, ആത്മാവിൽ നിറഞ്ഞ് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്തും ഭവനത്തിനകത്തും ദേശത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. മത്സരികൾ വരേണ്ട ദേശത്ത് മാർക്ക് വന്ന മാത്രമല്ല, മത്സരം ആഭിചാരദോഷം പോലെ. ചെല്ലു പറയണ്ട, പാസ്റ്റർ ഈ സഭയ്ക്കെതിരെ ഭയങ്കര ആഭിചാര ശക്തികളാണ്. 3 തള്ളയും 2 യാത്ര വിടാത്തപ്പനും എന്നാ ആഭിചാരം വിചാന ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് ആഭിചാരമല്ല. ഈ 3ഉം 2ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ. അത് മത്സരം ആഭിചാരദോഷം പോലെ. പല സഭയിലും പല വീട്ടിലും അയലത്തുകാരൻ ശുദ്രം ചെയ്തതൊന്നുമല്ല, ബന്ധുമിത്രാദികൾ ശുദ്രം ചെയ്തതല്ല, ആഭിചാരം ചെയ്തതല്ല, മത്സരമാ വിഷയം. ഞാൻ വാക്യങ്ങളെടുത്ത് എല്ലാം പറയാൻ നേരമില്ല, അതുകൊണ്ടാണ് അഭിവാചകം പോലെ അങ്ങ് പറയുക. അപ്പൊ ഒന്ന്, മത്സരം. അവർ മത്സര ഗൃഹമല്ലോ. വായിച്ചേ നിങ്ങൾ, ചടികടാന്ന് വായിക്കാവോ മോളെ? യെഹെസ്കേൽ പ്രവചനം 2:7 വായിച്ചേ. ചടികടാന്ന് വായിക്കണേ. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും തുരുത്തിക്കാടാന്നേലും കൊള്ളാം, പുന്നക്കാടാന്നേലും കൊള്ളാം, ഏത് ആടാന്നേലും കൊള്ളാം, കേട്ടാലും കേൾക്കാഞ്ഞാലും കാര്യം പറയണമെന്ന്. ഒന്നുകൂടെ വായി. കേട്ടാലും തുരുത്തിക്കാടാന്നേലും കൊള്ളാം, കേട്ടാലും കേൾക്കാഞ്ഞാലും കാര്യം പറയണമെന്ന്. ഒന്നുകൂടെ വായി. കേട്ടാഞ്ഞാലും അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. അയ്യോ, മത്സരികളാ, വെറും മത്സരികളല്ല, മഹാമത്സരികൾ. 3-ാം വാക്യത്തിൽ മത്സരിക്കുന്ന വായിച്ച 2:3. മനുഷ്യപുത്ര, എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ അവിടെ മത്സരിക്കുന്ന 2-ാം അധ്യായത്തിന്റെ 3-ൽ മത്സരിക്കുന്നേ ഉള്ളൂ. പക്ഷെ 7-ാമത്തെ വാക്യം വന്നപ്പം മഹാമത്സരികളാ. കിട്ടാൻ സാധ്യതയുണ്ട്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കല്ല. മത്സരിക്കാനും വാത് കെട്ടാനും തർക്കിക്കാനുമുള്ള സമയമല്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിക്ക. മത്സരിച്ചാൽ ദൈവമഹത്വം നിൽക്കത്തില്ല. അപ്പൊ ഒന്ന്, ഇവര് മഹാമത്സരികളാ. 2, സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് അതങ്ങ് പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്ന. നിങ്ങൾ 7-ാം അധ്യായത്തിന്റെ 10-11 വായിച്ചേ. ഓടിച്ചു വായിക്കണേ. ഇതാ അത് വരുന്നു, നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു. വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു.
സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് ആ വളർന്നിരിക്കുന്നു. സാഹസമായി ദുഷ്ടതയുടെ വടി അത് പൂത്തു. അഹങ്കാരം ഇപ്പൊ തളർത്തു. ഒരു സഭയിലാ കൂടുന്നത്, തമ്മിൽ തമ്മിൽ മിണ്ടത്തില്ലല്ലോ, കൈ കൊടുക്കുന്നില്ലല്ലോ, സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ലല്ലോ. അയലത്തുകാർ കാണാതിരിക്കാൻ 5 ഇഷ്ടിയും കൂടെ പൊക്കി കെട്ടിയില്ലേ ഇപ്പം. എന്നിട്ട് കുത്തിയിരുന്ന് പാടുക, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ. അപ്പുറത്തുകാർ ഒരു കാരണശാലും കാണാതിരിക്കാൻ 5 ഇഷ്ടിക ചുണയുള്ളവൻ ആ ഇഷ്ടിക എടുത്ത് നിന്നെ എറിയണം പാട്ട് പാടുമ്പോൾ. നമുക്ക് പ്രമാണമില്ല, പ്രമാണം ഇല്ലാത്തതിന് എറിയട്ടെ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അഹങ്കാരം, മത്സരം, ഇത് പൂത്ത് തളർത്ത് നിൽക്കുക. 2 വർഷം കോവിഡിന്റെ രൂക്ഷതയിൽ അഹങ്കാരമെല്ലാം കുറച്ച് അന്നേരം ഇപ്പൊ പിന്നെയും തുടങ്ങി. സ്വന്തം ഭാര്യ മരിച്ചിട്ട് അടുത്തോട്ട് എല്ലാം ഉമ്മ വെക്കാൻ പോലും പടഞ്ഞു വരിക, ദൂരെ നിന്ന് കാണുക. ദൈവം പഠിപ്പിച്ചില്ലേ? നീ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച സ്വന്തം കുഞ്ഞ് പടഞ്ഞു മരിക്കുക, ശ്വാസം കിട്ടാതെ കണ്ടോണ്ട് ദൂരെ നിൽക്കുകയല്ലേ. എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ. എല്ലാവരും തന്നെത്താൻ ചിന്തിക്കാന് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ഭർത്താവിനെ ഒടുവിൽ ഒന്ന് കണ്ട് അന്തിചുംബനം കൊടുക്കാനൊത്തില്ലല്ലോ, ഭാര്യ കടന്നു പോയപ്പോൾ ഒന്ന് കാണാനൊത്തില്ലല്ലോ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ അഹങ്കാരവും നെകളവും ഒക്കെ നിർത്ത. എന്തേലും ആയെന്നുള്ള ചിന്തയല്ല അങ്ങ് വിട്. ഒന്നും ആയിട്ടില്ലെന്ന് സമ്മതിക്കേ, അനുദപിച്ച് മടങ്ങി വാ. ഞാൻ തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കേ. നിങ്ങളുടെ കൊമ്പ് മേലോട്ടൊന്ന് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. കിഴക്കുന്നു മടക്കുന്നു, കിടക്കുന്നു പടിഞ്ഞാറ് തെക്കുന്നു, അല്ല ഉയർച്ച വരുന്നത് ഉയർച്ച ഉയരത്തിൽ നിന്നാ. ദൈവസന്നിധി താന്നു കൊടുക്ക്. ഞാൻ ദീർഘമാക്കുന്നില്ല, വേറൊരു ഭാഗത്തോട്ട് വന്ന് നിർത്തേണ്ടത് കൊണ്ടായിരിക്കും. ഇവിടെ എല്ലാം നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാന്ന്. പിന്നെ അഹങ്കാരം ഒന്നുകൂടെ വായിച്ചേ മോളെ ആ വാക്യം. ഇതാ നാൾ, ഇതാ അത് വരുന്നു, ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു. വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുക. അഹങ്കാരം. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. മറ്റേ പുള്ളി പറഞ്ഞതുപോലെ അഹങ്കാരം മുഴുക്കുമ്പോൾ അതെയ്യം പിടികൂടുന്നത്. ഞാൻ പണിത മഹതിയാം ബാബേലല്ലയോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ഉലാത്ത് തമ്പുരാൻ നല്ല ഒലത്തി. ഇയാൾ മേളിൽ കൂടെ ഒലത്തിയപ്പം തമ്പുരാൻ മനസ്സിലാകുന്നുണ്ടോ? എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത്. പൗലോസ് പറഞ്ഞൊരു പദം കടമെടുക്ക, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. കണ്ടമാനം പുള്ളി അങ്ങ് ഞാൻ പടുന്ന മഹതിയാം ബാബേലല്ലയോ. സ്തോത്രം. തമ്പുരാൻ പെട്ടെന്ന് പറഞ്ഞു, ഇവനെ തൂക്കാൻ പോവുകയെന്ന്. ഇവനെ തൂക്കി. കാരണം കനമുണ്ടെന്ന് പറഞ്ഞാൽ ഒലാത്തുന്നത്. ഈ ദേശത്ത് ഇച്ചിരി കനമുള്ള ആള് ഞങ്ങളാണ് കനമുള്ള കുടുംബം, ഞങ്ങളാണ് കനമുള്ള ആൾക്കാർ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് ഇപ്പം കനമുള്ളത് ഞങ്ങൾക്കാണ്. ഈ തുരുത്തിക്കാട്ട് അല്പ കനമുള്ളത്, മേളിൽ കൂടെ കടന്ന് മല്ലപ്പള്ളിയിൽ കനമുള്ളത് ഞങ്ങൾ 2-3 കുടുംബക്കാർക്ക്. അങ്ങനെ ഒലാത്തിക്കൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഒലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി ഞാൻ തൂക്കും. ഇന്ന് രാത്രി തൂക്കും. എൻ്റെ ഭാവന തമ്പുരാൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ സഭ ഇടയ്ക്കിടയ്ക്ക് കൂടും. ഉൽപ്പത്തി കൂടിയല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ പോയാൽ അവന്മാർ പണി അങ്ങ് മേളിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കൂടും. ആദാവ് പട്ടുപോകാൻ ചോദിച്ചു, സഭ കൂടി വെച്ച് പറഞ്ഞില്ലേ അവനെ വശീകരിക്കാൻ ആരാടെ പോകുന്നെന്ന് ചോദിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടും. ഇയ്യോബിൻ്റെ വിഷയം വന്നപ്പോൾ ഒന്ന് കൂടിയോ ചോദിച്ചില്ലേ, നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു. ഇതൊക്കെ അവിടെ കൂടുന്നതാണ് എന്ന് പറഞ്ഞ പോലെ സഭ കൂടിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഈ കനമുണ്ടെന്നും പറഞ്ഞ് അഹങ്കാരം തളർക്കുകയല്ലേ. അഹങ്കരിച്ചുലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി തൂക്കും. തമ്പുരാൻ പറഞ്ഞു, തുലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന്റെ തുലാസ്. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ, ഒറ്റപടി അവന് പ്രസാദമാണ്. എന്റെ ഭാവനയാ. ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നു. തുലാസ് വന്നപ്പോ തമ്പുരാൻ, എന്റെ ഭാവനയാ കേട്ടോ, അങ്ങനൊന്നും പുസ്തകത്തിലൊരു ഭാവനയാ.
ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ തമ്പുരാൻ ഒരു ദൂതൻ, കോടി ദൂതന്മാരിങ്ങനെ സദാ സന്നദ്ധരായി പാട്ടുകാരൻ പറയും പോലെ ഇങ്ങനെ നിൽക്കുക. ശക്തിയും ബലമേറിയ ദൂതന്മാർ ആ തുലാസ് ഇങ്ങനെ തൂക്കിക്കിടക്കുക. അപ്പൊ തമ്പുരാൻ പറഞ്ഞ ആ കക്ഷീനെ ഉലാത്തുന്നവനെ കണ്ടോ? കണ്ട് തട്ടയിലോട്ട് ഇടാൻ പറഞ്ഞു. ത്രാസിന്റെ ഒരു തട്ടയിലോട്ടിടേ. അപ്പോൾ ദൂതൻ അങ്ങോട്ട് ചെന്ന്, എൻ്റെ ഭാവനയാ, ആ ചെറിയ പുള്ളിയല്ല ഉലാത്തുന്നത്, തിരുമേനി, വലിയ തിരുമേനി, ചക്രവർത്തി, ഒന്നുകൂടെ പറഞ്ഞ സാമ്രാട്ട്. തമ്പുരാൻ പറഞ്ഞ സാമ്രാട്ടാന്നോ? ഞാൻ ആട്ടാൻ പോവുക, ആട്ടും. ദൂതൻ അങ്ങോട്ട് ചെന്ന് സാമ്രാട്ടിനെ പിടിച്ച് ദൈവത്തിന്റെ തുലാസിലോട്ട് ഇട്ടപ്പോൾ ആ സാമ്രാട്ട് കിടന്ന തുലാസിന്റെ ആ തട്ട് അല്പം താന്നു. കനമുള്ള ആളാ കിടക്കുന്നത്, താന്നു. എൻ്റെ ഭാവനയാ, തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞു, എന്നാ ഗബ്രിയേലെ അല്ലെങ്കിൽ മീഖായേലെ അല്ലെങ്കിൽ അദ്രിയേലെ ഊരിയേലെ ഇങ്ങേ തട്ടിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തട്ടി സാമ്രാട്ട് വന്ന് കിടക്കുക. തമ്പുരാൻ, എടാ നീ വഴക്കുണ്ടാക്കുന്നവനോട്, എടാ തൂക്കാൻ പോവുക, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ സാമ്രാട്ട് ഇങ്ങനെ തട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക. തമ്പുരാൻ ദൂതനോട് പറഞ്ഞു അങ്ങേ തട്ടയിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു. അപ്പൊ ഒരു ദൂതനെ, എൻ്റെ ഭാവന, ഓടി ചെന്ന് ഒരു 500 കിലോയുടെ കട്ടി പോക്കാൻ. തമ്പുരാൻ പറഞ്ഞു അത്ര ഒന്നും കനവില്ലെന്ന് പറഞ്ഞു. നിനക്കാ തോന്നുന്നത് ഇയാൾക്ക് 500 ഉണ്ടെന്ന്, അത്ര ഇല്ല. അപ്പം വേറൊരു ദൂതൻ തന്നെ, എൻ്റെ ഭാവനയാ, പകുതി 250. തമ്പുരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട. ഒന്ന് വേറൊരു ദൂതൻ ചെന്ന് 100ന്റെ കട്ടി കിൻഡല്. തമ്പുരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട. അപ്പൊ വേറൊരു ദൂതൻ ചെന്ന് 50 കിലോയുടെ ഒരു കട്ടി. തമ്പുരാൻ പറഞ്ഞ അത്രയും കനവൊന്നും ഇല്ലടേ. വേറൊരു ദൂതൻ ചെന്ന് 25 കിലോ. ഒരു ദൂതൻ ചെന്ന് 10 കിലോ. അബ്രഹാം പണ്ട് മധ്യസ്ഥത അണച്ചതുപോലെ 10 കിലോ വേണ്ട, അത്രയും കനവില്ല. വേറൊരു ദൂതൻ 5 കിലോ. ദൂതന്മാർ ഇഷ്ടം പോലെ നിൽക്കുക. 5 കിലോയുടെ കട്ടി, 2 കിലോ, 1 കിലോയുടെ ഇല്ലടേ. എന്നാ 1/2 കിലോയുടെ, അതൊന്നും വേണ്ട. എന്നാ 100 ഗ്രാം, 50 ഗ്രാമിന്റെ കട്ടി, ഇവിടെ അത്രയും കനവൊന്നുമില്ല. എൻ്റെ ഭാവനയാ, സ്വർണം തൂക്കുന്നത് പോലെ മില്ലിഗ്രാമിൻ്റെ കട്ടിയെടുത്ത് ഇപ്പുറത്തെ തട്ടയിലിട്ടപ്പോൾ ദൈവത്തിൻ്റെ ആ ചെറിയ മില്ലിഗ്രാം വീണ തട്ട് താന്നു. സാമ്രാട്ടിൻ്റെ തട്ട് കനവുണ്ടെന്ന് പറഞ്ഞ കടന്ന് ഉലാത്തിയത്. മില്ലിഗ്രാമിൻ്റെ കട്ടി ഇങ്ങനെ തട്ടയിലിട്ടപ്പോൾ അതാ താന്നത്. സാമ്രാട്ടാണ്ട് പൊങ്ങിക്കിടക്കുന്നു. സാമ്രാട്ടും തട്ടും. അതാ വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ എന്ന് പറഞ്ഞു, നിന്നെ ഇന്ന് രാത്രി തൂക്കി, നിനക്കൊരു കനവും ഇല്ല. നിന്നെ ഇന്ന് രാത്രി ദൈവം തൂക്കി. ഇന്ന് രാത്രി ദൈവം നിന്നെ തൂക്കുന്ന രാത്രിയാ. എന്നെ തൂക്കും, നിന്നെ തൂക്കും, ഇവിടെ ഇരിക്കുന്നവരെ ദൈവം തൂക്കും. ദൈവം തൂക്കുമ്പോൾ അറിയാം. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില ചിന്തയുണ്ട്, കനവുണ്ട്, ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. ഇല്ലില്ല, ഒന്നുമില്ല. ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ അവ കുറവുള്ളവനായിട്ട് തന്നെ കാണുന്നത്. ഇന്ന് രാത്രി അനുദപിച്ച് മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ ഓടിച്ചങ്ങ് പോകുകയാ. കർത്താവിന് മഹത്വം. അപ്പോൾ മഹത്വം വിട്ടുപോകാൻ അഹങ്കാരം പൂത്തങ്ങ് താളർത്തൊന്നുകൂടെ വായിച്ചോ. ഇതാ അത് വരുന്നു, ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത അഹങ്കാരം തളർത്തിരിക്കുക. ചിലരുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഹങ്കാരം. അമ്മാമ്മേ, മോളെ എല്ലാ പിള്ളേരും വരും, അവള് ചിക്കൻ മാത്രമേ, അവക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അഹങ്കാരമാണ്. മോനെ, അവന് മുള്ളില്ലാത്ത മീൻ വേണം. വേറെ അവൻ ചൂട കൂട്ടുപോ, അയ്യോ നോ. മത്തിപ്പീര, അവന് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. പട്ടിണി കിടന്ന് കൂറ കുത്തുമ്പോ നീ കുട്ടൻ കുറിച്ച് തിന്നും. കുട്ടൻ പഴയ കുട്ടൻ. പിന്നെ വലിയ തല, മുടുത്ത തല അടുപ്പിലിട്ട് ചുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാരം കളഞ്ഞു വെച്ച് മകാന്ന് കഴിച്ചത്. എടാ, നിന്റെ അഹങ്കാരമെല്ലാം തീർത്തേച്ചേ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധി ഞാനും നിങ്ങളും അനുഭവിക്കുക. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. വല്ലതുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക. ഒന്നും നടക്കുകയില്ല. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദമ്പോട്ട് പണിയും ധനാഢ്യർ സാധുക്കളായോരും ദമ്പോട്ട് പണിയും
ധനാഢ്യർ സാധുക്കളായോരും ഓ എല്ലാരും അങ്കെ ഒരുപോലെ ലോക എല്ലാരും അങ്കെ ഒരുപോലെ ലോക ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാതെ ഓ ആനന്ദമേറും നിൻ ജീവ മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ പ്രാണൻ പോതും മുൻ ആത്മാവിൽ രക്ഷയ നേടിയിടാൻ നിൻ പ്രാണൻ പോതും മുൻ ആത്മാവിൽ രക്ഷയ നേടിയിടാൻ ശ്രീയേശു പാതേ വരുമോ നീ വേഗം ശ്രീയേശു പാതേ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീ അതു മറക്കാതെ ഓ ശ്രീയേശു പാതേ വരുമോ നീ വേഗം ശ്രീയേശു പാതേ വരുമോ നീ വേഗം ഓ ശ്രീയേശു പാതേ വരുമോ നീ വേഗം കാലം കളയാതെ നീ അതു മറക്കാതെ ശ്രീയേശു പാതേ വരുമോ നീ വേഗം ശ്രീയേശു പാതേ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീ അതു മറക്കാതെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അഹങ്കരിക്കരുത്, നെകളിക്കരുത്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്. ചിലരൊക്കെ സഭയെന്ന് ഞാൻ ആരാണെന്ന്, എടാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര, നിന്റെ പണ്ടി വയറിനകത്ത് കിടക്കുന്ന പീതവര, ഇങ്ങനൊന്ന് ഞൊടിച്ചാ മതി. എന്നാ പറ്റി ബേക്കുട്ടി മിണ്ടാമേലേ? കഴിഞ്ഞ ആഴ്ച കമ്മിറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ. ഇന്ന് ഏതാണ്ട് മിണ്ടുവെന്ന് പറഞ്ഞായിരുന്നല്ലോ. മിണ്ടാമേല എന്നെ കൊണ്ടൊരു ചുക്കും പുണ്ണാക്ക് നടക്കുകയില്ല. ഞെളിയാന്ന് ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. അനുദപിച്ച് മടങ്ങി വാ. അപ്പുറത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ കുഞ്ഞന്നാമ്മ നൈറ്റി ഇങ്ങനെ എടുത്ത് കുത്തിയ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത്. ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല. അയ്യോ ബയോളജിക്കലായിട്ടാ കുഞ്ഞന്നാമ്മ. പിന്നെ അവയവങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയുക. എടുത്തിങ്ങനെ കുത്തി. അവസാനം ആ കുഞ്ഞന്നാമ്മ അങ്ങേയറ്റം പറ്റി കുഞ്ഞന്നാമ്മ മെഡിക്കൽ കോളേജിൻ്റെ അതിലെ കൂടെ തള്ളിക്കൊണ്ട് പോകുന്നതും കണ്ടതാ. ഇപ്പം എന്നെ എടുത്ത് കുത്താത്തെ. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല തങ്കേ. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്, യഹോവയെ ഭയപ്പെട്ട് അവൻ വഴികളിൽ നടക്കുന്ന അവൻ മനുഷ്യനാ ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെട്. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി പുത്രനെ ചുംബിക്ക്. അഹങ്കരിക്കാതെ ദൈവത്തെ ഭയപ്പെട്. 10 കൂട്ടം കാര്യം അതെല്ലാം പറയാൻ നേരമില്ല. പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. 3 ആഭരണപ്രമം എത്ര കിട്ടിയിട്ടു അങ്ങോട്ട് ഇവിടെ കിടിച്ചിട്ടു. അന്നേരം ആരാണ്ട് പറഞ്ഞു, സൂസനെ ഇതിൻ്റെ മേളിൽ ഒന്നുകൂടെ കിടിച്ചാൽ കുറച്ചുകൂടെ. ഉടനെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. മറ്റവൻ കുത്തി. അന്നേരം ആരാണ്ട് പറഞ്ഞു, സിസിലി ഇതിൻ്റെ മേളിൽ ഒന്നുകൂടെ കിടിച്ചാൽ. അന്നേരം പറഞ്ഞു, ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇണക്കൂടുണ്ടെങ്കിൽ. എൻ്റെ മോളി നീ കുത്തെല്ലാം കുത്തി. ആഭരണഭ്രമം പുസ്തകം പഠിപ്പിച്ചതേ ഒടുവിൽ ഇത് മലം പോലെ തോന്നും. വായിച്ചേ മോളെ, വായിച്ചേ. വായിച്ചോ. അതുകൊണ്ടുള്ള 7:19 അല്ലേ? 7:19. അവർ തങ്ങളുടെ
വെള്ളി വീതികളിൽ എറിഞ്ഞു കളയുകയും അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞു കളയുകയും പൊന്നവർക്ക് മലമായി തോന്നും. സ്തോത്രം. വായിച്ചു. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയുമില്ല. അതെല്ലാം അകൃത്യഹേതുവാണ് അടുത്ത വാക്യം. അവരുടെ വയറ് നിറകയും ഇല്ല, അത് അവർക്ക് അകൃത്യഹേതുവായി. എല്ലാം അകൃത്യഹേതുവാ. നിന്റെ വെള്ളിയും നിന്നെ രക്ഷിക്കത്തില്ല, പൊന്നും നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കാശ് നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കുടുംബശ്രേഷ്ഠത നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കായബലം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ വിദ്യാഭ്യാസം നല്ലതാ പക്ഷെ രക്ഷിക്കത്തില്ല, നിന്റെ ശരീരത്തിന്റെ ആകൃതി അഴകും രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമേ രക്ഷകൻ. അതുകൊണ്ട് അതെല്ലാം അങ്ങ് കള, വേണ്ടാന്നങ്ങ് വെക്കേ. ഞങ്ങളുടെ കുടകത്തിലെ വാവിച്ചനെ മോളെ കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞ് കാശൊന്നും കൊടുക്കുകയല്ല എന്നും ഇതാ തൊഴില്. പിന്നെ അമ്മയും മോളും ഇവിടെ എങ്ങനെയൊക്കെ കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക് ഉഴവ് കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്ക് കൊടുക്കുവന്ന. ഒരു ദിവസം രാവിലെ പറഞ്ഞു, അപ്പച്ച കാശ് തന്നേച്ച് പോകണം, കഞ്ഞി വെക്കാൻ അവരോടെല്ലാം അരി കടം മേടിച്ച് ഇനി അവരാരും തരത്തില്ല. പുള്ളി കൊടുത്തില്ല, പുള്ളിക്ക് മാറ്റി സടിക്കുന്നതാ. പുള്ളി അങ്ങ് പോയി. നീ എങ്ങനെയും വെക്കാൻ കഞ്ഞിയെ എങ്ങനെയും വെക്കടി. പുള്ളി അങ്ങ് ജോലിക്ക് പോയി തിരിച്ച് ഉച്ചയായപ്പം വന്ന്. സാധാരണ വന്ന ഉടനെ ഡെസ്കും ബെഞ്ചും തിണ്ണയിലിട്ടിട്ടുണ്ട്, കയറിയിരിക്കും, കൈ കഴുകിയ. അപ്പം അമ്മാമ്മയും മോളും കൂടെ ഭക്ഷണം കൊണ്ട് കൊടുക്കും. പതിവ് പോലെ വന്ന് പിന്നെ ഇരുന്ന് എന്ന് ചോദിച്ചു, മോളെ എന്തോ കഞ്ഞി വെച്ചില്ലയോടി? പിന്നെ അകത്തിന്ന് വെച്ചാ. എങ്ങനെ വെച്ചു? വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് അങ്ങനെ വേണ്ടാന്ന് വെക്കമ്മാമേ. ഇതൊടുവിൽ വലിച്ചെറിയുമെന്ന്. ഇത് അകൃത്യഹേതുവാ. സ്തോത്രം. ഇതുകൊണ്ടൊക്കെ മഹത്വം നിൽക്കാഞ്ഞത്, മഹത്വം വിട്ടുപോയി. അവിടെ ഒത്തിരി കാര്യം പറയേണ്ടതുകൊണ്ട് ഞാൻ 10 കൂട്ടം കാര്യത്തിൽ 3 കൂട്ടമേ പറഞ്ഞോളൂ. വേറൊരു ഭാഗത്തേക്ക് വന്നങ്ങ് നിർത്താം, അല്ല ഇത് ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 10 പേര് ഇവിടെ ഇരുന്ന് തരും, എന്നാൽ അത് അത്ര ശരിയല്ലല്ലോ. നാളെ ഞായറാഴ്ച പോകുന്ന സമയത്ത് നിങ്ങൾ പറയാം, അല്ലെങ്കിലും പുള്ളിക്ക് അങ്ങനെ ഉള്ളതാണെന്ന് പറയാം. അയാൾക്ക് ബോധവും വെളി ഒന്നുള്ളവൻ അല്ല. നിങ്ങൾ ചിലർ പിന്നെ ആ ഉദ്ദേശത്തോടെ വന്നതെന്ന് തന്നെ ഇറങ്ങിയ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇന്ന് ആരാ കാവാല വന്നാ പറഞ്ഞു. എന്നാൽ ഇന്ന് 10 ആകാതെ ഉന്നത്തിലാണ് വന്നെന്നും എനിക്കറിയാം. അത്ര ഒന്നും പോവുകയല്ല, പെട്ടെന്ന് അങ്ങ് പോയേട്ടാ. അപ്പം എന്തായാലും ദൈവത്തിൻ്റെ മഹത്വം പടിപടിയായിട്ട് ആലയത്തിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു. ഇതുപോലെ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. മഹത്വം നഷ്ടപ്പെട്ടു പോയ വേറൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്ക് ഏലിയുടെ കാലത്ത് യഹോവയുടെ മഹത്വം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഏലിയുടെ കാലത്ത് മഹത്വം നഷ്ടപ്പെട്ടു പോയി. മഹത്വം പോയി. അതുകൊണ്ടാണല്ലോ കുഞ്ഞിന് ഈഖാബോധെന്ന് പേരെടുത്ത്. പുസ്തകം പഠിക്കുന്നവർക്കറിയാം, മഹത്വം പോയി. എന്താ ഈ മഹത്വം പോകാനുള്ള കാരണം? അവിടെ 1-2 കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. അതിനെ നോക്കുമ്പോൾ ഏലിയുടെ കാലത്ത് മഹത്വം പോകാൻ കാര്യം ഏലിയുടെ പിള്ളേര് ശരിയല്ല. ഏലിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു, അവന്മാര് ശരിയല്ല. 1-2 വാക്യം ഒന്ന് ചടയെന്ന് വായിച്ചു. 2:12, 2:13, 2:17, 2:20, 21. ഏലിയുടെ പുസ്തകമല്ല, ശാമുവേലിന്റെ 1-ാം പുസ്തകം. ഏലിക്ക് പുസ്തകം ഇല്ലേ? ഏലിയുടെ പുസ്തകം തപ്പി. ശാമുവേലിന്റെ 1-ാം പുസ്തകം 2:12. ചടിയടാന്ന് വായിച്ചോ. 2 പേരും വർത്താനം പറഞ്ഞിരിക്കാതെ വായിക്കും. എന്നെ പറഞ്ഞ് നീ വായിക്കടി, പുള്ളി വല്ലതും പറയുമെന്നായിരിക്കും. 2:12 ഏലിയുടെ കാര്യമല്ലേ? അതാ ഇവര് മിക്കവാറും വായിക്കുകയല്ലെന്നാ തോന്നുന്നത്. 2:12 വായിക്കാനാ കണ്ണിക തുറങ്ങുന്നിടത്ത് താഴെ. അത്രേ ഉള്ളൂ. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ എന്ന് പറഞ്ഞ ദൈവത്തെ ഓർക്കാത്ത 2 എണ്ണം. ദൈവത്തെ ഓർക്കാത്ത വലിയൊരു ഉണ്ടോ? പിന്നെ എത്ര എണ്ണം? ഈ 2 എണ്ണം ദൈവത്തെ ഓർക്കുന്നില്ല. എൻ്റെ ഭാഷയാ. കള്ളനാന്നേലും മോട്ടിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ അവൻ്റെ പ്രാർത്ഥന, കർത്താവെ കട്ട് തീരുവോളം വീട്ടിൽ പറ്റി ഒറ്റൊരെണ്ണം പൊങ്ങരുത്. പൊങ്ങിയാൽ പിന്നെ തലയ്ക്കടിക്കണം. വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കി. അപ്പൊ അവന്റെ പ്രാർത്ഥനയും കർത്താവെ കട്ട് തീരുവോളം വീട്ടിൽ പറ്റി ഒറ്റൊരെണ്ണം പൊങ്ങരുതെന്നായിരിക്കാം പ്രാർത്ഥന. പണ്ടൊരു പോക്കറ്റ് കിടക്കാരന് അവസാനം മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ ഞാൻ യോഗത്തിന് പരിചയപ്പെട്ടു. അറിയത്തില്ല. അപ്പം ഞാൻ നല്ല ജെന്റിൽമാനാണ്, കൈ കൊടുത്തു. അപ്പം വന്ന് സംസാരം കൈ കൊടുത്ത് ചോദിച്ചു, പേരെന്നാ? പേരൊക്കെ സ്ഥലം പേര് മുണ്ടക്കയം സൈഡാണ്, പേരുമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നേരത്തെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നെന്ന്. കാരണം നല്ല എന്നാൽ പുള്ളി ചെറുതായിട്ടൊന്ന് ചിരിച്ച്. ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ച പുള്ളി
പുള്ളി നല്ല മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു പാസ്റ്ററോട് കള്ളം പറയാൻ, പാസ്റ്റർ ഞാനൊരു മഹാഭാവിയായിരുന്നു, പോക്കറ്റ് അടിയായിരുന്നു, പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. നല്ല മനുഷ്യനാണ്. ഞങ്ങൾ ലോഹ്യമായപ്പോൾ ഞാൻ ചുമ്മാ രസകരമായി ചോദിച്ചു, ഈ പോക്കറ്റ് അടിക്കാൻ പണ്ട് പോകുമ്പോൾ എങ്ങനെയാ? വെളുപ്പിനെ പോകുമെന്ന് പറഞ്ഞു. വെളുപ്പിനെ ഇറങ്ങും. കാരണം രാവിലത്തെ തെള്ളിനാ നല്ല ബസ്സേലേ, പിന്നെ ഇടിച്ചങ്ങോട്ട് കയറുമ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ? പ്രാർത്ഥിച്ചാൽ പോകുന്നെന്ന് പറഞ്ഞു. കർത്താവേ അധികം തപ്പാറ നല്ല 2 പോക്കറ്റ് 5 രൂപയായിട്ടാണ് എൻ്റെ പോക്കറ്റെല്ലാം കൂടെ തപ്പി ഉച്ചവരെ ആകുന്നതിൽ നല്ലത് രാവിലെ തന്നെ 8:30 തന്നെ നല്ല 2 പോക്കറ്റ്. അപ്പൊ പോക്കറ്റ് അടിക്കുന്നവൻ അല്ലെങ്കിൽ കള്ളനാന്നേലും മോട്ടിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ മോട്ടിക്കുന്നത്. ഏലിയുടെ 2 പിള്ളേർ അങ്ങനെ പോലും ദൈവത്തെ വിളിക്കുകയല്ല. ദൈവത്തെ വിളിക്കാത്ത 2 എണ്ണം. ഇത് ഇവരുടെ ആ 17-ാം വാക്യം വായിച്ചേ. 17. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് ഇവര് നിന്ദിച്ചു. ഇങ്ങനെ എങ്ങനെ? 2-ാം അധ്യായത്തിന്റെ 12 വായിക്കുക. ഈ ഏലിയുടെ 2 പുത്രന്മാർ യഹോവയെ ഓർത്ത് നീചന്മാരും ദൈവത്തെ ഓർക്കാത്ത 2 എണ്ണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ ഓർക്കണം. പുസ്തകം പഠിപ്പിക്കും, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിപ്പാൻ. ഏത് ദൈവത്തെ? ഒറ്റവാക്കി പറയുക, സത്യദൈവമാകുന്ന യേശുവിനെ, നിത്യദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ, ജീവനുള്ള ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ദൈവത്തെ ഓർക്കണം. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുന്ന കീറിക്കളയും വിടിവിപ്പാൻ. എന്നാൽ വേറൊരു ഭാഗത്തുണ്ട്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാറകളെ നേരെയാക്കും. ദൈവത്തെ ഓർക്കുന്നവനാ വിടുതൽ, ദൈവത്തെ ആരാധിക്കുന്നവനാ വിടുതൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ആരെ? ദൈവത്തെ ഓർക്കുന്നവനെ, ദൈവത്തെ വിളിക്കുന്നവനെ. അവൻ പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിത്തൂണ് കൊണ്ടും ദൈവം നിന്നെ പരിപാലിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും വലത്ത് വശത്ത് 10,000 ഒക്കെ വീടും പക്ഷെ നിന്നോട് അടുത്ത് വരത്തില്ല. യഹോവ ഒരു ദോഷവൻ തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും അത് എന്നേക്ക് പരിപാലിക്കും. ഒരു ആഭിചാരവും നിനക്ക് പറ്റുകയില്ല. ഒരു ശുദ്രശക്തി നിന്നെ തൊടത്തില്ല. ദൈവത്തെ വിളിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, സത്യദൈവത്തെ സേവിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിക്ക്, ദൈവത്തെ ആരാധിക്ക്, ദൈവത്തെ ഭജിക്ക്. ഭജിക്കുക നീ നിത്യം. യേശു മകേശനെ, യേശു മകേശനെ, നാഗനിവാസനെ, യേശു മകേശനെ, നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം. യേശു മകേശനെ, ഭജിക്കുക നീ നിത്യം. യേശു മകേശനെ, യേശു മകേശനെ, നാഗനിവാസനെ, യേശു മകേശനെ, നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം. യേശു മകേശനെ, ഭജിക്കുക നീ നിത്യം. യേശു മകേശനെ. ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ആ സത്യദൈവത്തെ വിളിക്കുക, ആരാധിക്കുക. ഈ ഏലിയുടെ പിള്ളേർ ദൈവത്തെ വിളിക്കുകയല്ല, ദൈവത്തെ ഓർക്കാത്ത 2 എണ്ണം. ഇവിടെ നടപടിക്രമമാ. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് വായിച്ച് ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് യവന്മാര് വഴിപാട് നിന്ദിക്കുക. ഇങ്ങനെ എങ്ങനെ? അടുത്ത വാക്യം വായിച്ച 13 മുതൽ വായിക്കുക സിസ്റ്ററെ. ഈ പുരോഹിതന്മാർ ഇങ്ങനെ ഇവന്മാര് നിന്ദിക്കുമാരുടെ നടപടിക്രമമാ. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ യവന്മാര് യാഗം കഴിക്കത്തില്ല. പിന്നെ ആരാ? വല്ലവരും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച്, ഇവര് സ്തോത്രം പറയത്തില്ല, വല്ലവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കും. സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്, പോരാ പോരാ പോരാ. നീ ആണോ തീരുമാനിക്കുന്നേ? ഇപ്പൊ ഒരു ട്രെൻഡാ. സഭായത്തിന് വന്നാൽ കൈയടിച്ച് ആരാധിക്കത്തില്ല, കല്യാണത്തിലെല്ലാം ആരാധനയാണ്. സഭായത്തിന് വന്നാൽ കൈയടിക്കത്തില്ല, ഇങ്ങനെ
ആരെ വീടും കേട്ട് നോർത്ത് ഇങ്ങനെ ഇരിക്കുക, കാലുമേ ചിലവന്മാര് കാലും വെച്ച. സഭായത്തിന് വരുമ്പോ മൊബൈലിൽ കളിക്കുക, മിസ് കോളും വിട്ട് അതും വിട്ട് ഇതും വിട്ട് കുന്തം കണ്ടിരിക്കുക. കുന്തം എന്നൊന്നും ഇപ്പൊ പറയാമല്ല, എന്നാലും പറയാ കുന്തം. ആരാധനയ്ക്ക് വന്നിരുന്ന മൊബൈലാ. പാസ്റ്റർമാർക്ക് ഇപ്പൊ മിണ്ടാനും മേല, മിണ്ടിയ ഉടനെ അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ. നിന്റെ കുന്തം. പാസ്റ്റർമാരുടെ ഭാര്യമാര് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തെന്ന് പറയണ്ട, 3 കൊല്ലം എങ്ങനെയും തള്ളി നീക്കി നമുക്ക് വിടുന്നു. നിങ്ങൾ ഇവനെ എല്ലാം ഗുണപ്പെടുത്താൻ നേരിട്ടുണ്ടോ? നിങ്ങൾ കൊച്ചുങ്ങളുടെ കാര്യം നോക്കിക്കോണം. അച്ഛൻ 10 കയറി, നിങ്ങൾ ഇവിടെ കിടന്ന് ഉപദേശം എല്ലാം പറഞ്ഞ അവസാനം കൂടും കെടുക്ക എടുത്തോണ്ട്. കുഞ്ചായ ഞാൻ ചുമ്മാതൊന്നും പറയല്ല. കുഞ്ചാൻ എന്തെങ്കിലും തർക്കമുണ്ടോ? എന്തെങ്കിലും തർക്കമുണ്ടോ? ഇപ്പൊ പറയണില്ല, കല്യാണത്തിന് പറയും. ഇപ്പോൾ മൗനമായിരിക്കുന്ന പോലെ ഈ വിഷയത്തിൽ. സ്തോത്രം. എടാ, ആരാധനയ്ക്ക് വന്നാൽ ഭയത്തോടെ ദൈവത്തെ സേവിക്കേ. നീ മൊബൈലിൽ കളിക്കാതെ ഫോൺ എടുത്തോണ്ട് മിറ്റത്തിയാതെ പിന്നെ അകത്ത് കയറി. നിന്റെ വീടാന്നോ സഭാഗോള്? ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സമയമാ. ദൈവത്തെ ആരാധിക്കാം. ഒരു 3 മണിക്കൂറത്തേക്കൊക്കെ മാറ്റി വെക്ക്. നീ ദൈവത്തെ ഭയപ്പെട്. ആരാധനയ്ക്ക് പ്രഥമസ്ഥാനം കൊടുക്ക്. സഭായത്തിന് വന്ന് ആരാധിക്കത്തില്ല. എന്നിട്ട് കല്യാണ വീട്ടിൽ കല്യാണം ഓടിച്ചോടിച്ച് കിടന്ന് വർഷിപ്പ് ഉറത്ത നിൽക്കും. സഭായത്തിന് വന്നാൽ ഇവൻ കഴിഞ്ഞിരിക്കുകയല്ല. ആടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. എന്തായാലും പ്രശ്നത്തിൽ കൂടെ പോവാം. ഇനിയും പ്രശ്നം തന്നെ ആകട്ടെ. സ്വരാണ്ടിലൊന്നും അറിഞ്ഞേ ഉള്ളൂ. പണ്ട് കൊതുക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊതുകിൻ്റെ പെമ്പള ചോദിച്ചു അത്താഴം വെക്കണമെന്ന്. വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ പിന്നെങ്ങനെ? ഒന്നെങ്കിൽ കുടിച്ചിയാകും അല്ലെങ്കിൽ അടിച്ചിയാകും. എന്തായാലും ചാകുമെന്നുള്ളത് ഒന്നെങ്കിൽ ഞാൻ കുടിച്ചിയാകും ഇല്ലെങ്കിൽ അടിച്ച്. അതുകൊണ്ട് ഇനി പ്രശ്നം. സ്തോത്രം. രണ്ടിലൊന്നറിയാം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ ഭയപ്പെട്. ദൈവത്തെ ആരാധിക്ക്. ആരാധനയ്ക്ക് പ്രഥമസ്ഥാനം കൊടുക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്ക്. യവന്മാരുടെ നടപടിക്രമം വല്ലവരും ഒരു യാഗം കഴിക്കും. അങ്ങനെ അല്ലയോ മോളെ വായിച്ചേ? വല്ലവരും. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുമ്പോൾ പോകേണ്ടവർക്ക് പോകാം. അതിനൊരു ഇടവൊരുക്കി തരിക. അല്ല ഞാൻ നോക്കി നിൽക്കുമ്പോൾ പോയാൽ നിങ്ങൾ പറയും ഇപ്പോൾ പോയ ആൾ ബോധമില്ലാത്തവനാ വല്ലതെല്ലാം വിളിച്ച് പറയും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പം പെട്ടെന്ന് പൊക്കോണം. വായിച്ചേ. വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോ യവന്മാര് കഴിക്കത്തില്ല, വല്ലവരും കഴിക്കുക. യവന്മാര് കഴിപ്പിക്കുക. എടാ, ദൈവത്തെ ആരാധിക്കുന്നതിന് അയ്മേനിയെന്നോ തിരുമേനിയെന്നോ പ്രസിഡന്റ് എന്നോ സൂപ്രണ്ട് എന്നോ ഓവർസിയർ എന്നോ സെക്രട്ടറി എന്നോ ഒന്നുമില്ല. ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കന്മാരും അയ്മേനി തിരുമേനി നേതാവ് അനുയായി സകലരുണ്ടോ ദൈവത്തെ ആരാധിക്കണം. സകലരും ദൈവത്തെ ആരാധിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. യൗവനക്കാരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിതാക്കന്മാരും ദൈവത്തെ സ്തുതിക്കുക. സകല ആൾക്കാരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. മഹത്വം ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വല്ലവരും ഒരു യാഗം കഴിക്കും. നേരമില്ല, പറഞ്ഞു വായിച്ചോ മോളെ. വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന്. കയ്യിൽ ഇപ്പം ബൈബിൾ ഒന്നുമില്ല, പിന്നെന്തുവാ മുപ്പല്ലി? പണ്ട് ആരാധനയ്ക്കുമ്പോ പാട്ട് പുസ്തകവും ബൈബിൾ വെക്കുക. ഇപ്പം ബൈബിളൊക്കെ ചിലർക്ക് ഔട്ട് ഓഫ് ഫാഷനാ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ മുഖമല്ലാതിരിക്കുന്നു. അങ്ങനെ പറ. എടാ, ഇതല്ലയോ നിന്നെ ഉയർത്തിയത്? ഇതെടുത്തതല്ലേ നിന്റെ പരുവക്കേട് മാറിയത്? ഇത് പ്രസംഗിച്ചത് കൊണ്ടല്ലോ നിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നേ. ഇതെടുത്തതല്ലേ നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്? ഇത് നിന്റെ വീട്ടിൽ വന്നതല്ലയോ നിന്റെ വീടിന് മാറ്റം ഉണ്ടായത്? ഇതല്ലയോ നിന്നെ മനുഷ്യനാക്കി തീർത്തേ? ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും കാനഡയിലും ലണ്ടനകത്തും കുന്തത്തിനകത്തും പോയി 10 പുത്തം കിട്ടിയപ്പോ ബൈബിള് ഔട്ട് ഓഫ് ഫാഷൻ. ഇന്റർനെറ്റ് നല്ലതാ, മൊബൈൽ നല്ലതാ, പിന്നെ ഉണ്ടല്ലോ മറ്റേ ഇത് ലാപ്ടോപ്പ്. അതാരാ പറയാ? അമ്മമ്മയാന്നാ പറഞ്ഞ. എന്തേലും ആയിക്കോട്ടെ, നല്ല സഹായം ചെയ്തല്ലോ. ഇതെല്ലാം നല്ലതാ. പക്ഷേ ദൈവദാസന്മാരോട് പറയാം, ഒരു ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ
പുസ്തകം കൊണ്ടുവരുന്നതാ മാന്യത. നിന്റെ ലാപ്ടോപ്പ് നല്ലതാ, മൊബൈൽ നല്ലതാ, ഇന്റർനെറ്റ് നല്ലതാ, സകലതും നല്ലതാ, ഞാൻ അതിനെതിരല്ല, എല്ലാം നല്ല നീരയിൽ ഉപയോഗിച്ചു. പക്ഷേ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ ഈ പുസ്തകം എടുക്കുന്നത് ആ യോഗ്യത എന്ന എൻ്റെ അഭിപ്രായം, അത് യോജിപ്പുള്ളവർ വേണേ കൈ ഒന്ന് പൊക്കിക്കോ. ഇത്രയൊക്കെ മതി. സ്തോത്രം. കയ്യിൽ മുപ്പല്ലിയായിട്ട് ഒന്നുകൂടെ വായിച്ചാ മോളെ, ആ മുപ്പല്ലി എന്നുള്ളത് 3 എതളോട് കൂടിയ നീണ്ട കമ്പിയാണ്. ഇതിന് ലേവ്യ പുസ്തകത്തിൽ മുൾക്കൊളുത്തെന്നും പറയും. അതെന്തിനാന്ന് ചോദിച്ചാൽ കമ്മിറ്റി കുടുംബം ചാക്കോടെ പള്ളക്ക് കയറ്റാനല്ല. അടുത്ത ആഴ്ച പൊതുയോഗമുണ്ട്, മറ്റവന്റെ നാവിക്ക് നോക്കി, അതിനല്ല മുപ്പല്ലി. ഈ മുപ്പല്ലി യാഗപീഠത്തിന്റെ അവിടെ അടുത്ത് ചാരി ഇങ്ങനെ വെക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഗവസ്തു എന്തെങ്കിലും തീയുടെ ചൂട് കയറി കത്തി പൊട്ടിത്തെറിച്ചെങ്ങാനും ദൂരെ പോയാൽ അതിനാ മുപ്പല്ലി. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ തീ കയറി കത്തുമ്പോൾ യാഗവസ്തു കണ്ണം നുറുക്കിയ യാഗവസ്തു മാംസമല്ലയോ, അതെങ്ങാനും അല്പം തെറിച്ച് പോയാൽ ചൂടായതുകൊണ്ട് കൈ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ചാരി വെച്ച 3 എതളോട് കൂടിയ നീണ്ട കമ്പിയാകുന്ന മുപ്പല്ലിയെടുത്ത് പൊട്ടിത്തെറിച്ച് പോയ യാഗവസ്തുവിനെ കുത്തിയെടുത്ത് യാഗപീഠത്തിൽ വീണ്ടും വെക്കാനാ മുപ്പല്ലി. ആ ദേവന്മാർ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ലഭിച്ചതല്ല ഇവന്മാർ മോട്ടിക്കുന്നു. തന്നെ താനങ്ങ് കൊഴിപ്പിക്കുക. സ്തോത്രം. അവിടെ വെക്കണ്ട മുപ്പല്ലി യവന്മാരുടെ കൈ വീട്ടില്ല. എന്നിട്ട് യവന്മാർ സമയമാകുമ്പോൾ വന്നു നിന്റെ കൈ വെടിപ്പായിരിക്കണം. പണ്ടൊരുത്തൻ സഭാപണ്ട് മോട്ടിച്ചു, ഒടുവിൽ അവനെ പിടികൂടി. ഒരു ജാള്യതയില്ല, ഒരു ഇതുമില്ല, കൂസലില്ല, അവൻ കൂളായിട്ട് നിൽക്കുക. അപ്പോൾ അതിലൊരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞാ സൈമ സ്വർഗത്തിൽ ചെല്ലുമെന്ന് നിന്നെ പിടിക്കും. ഉടനെ അവൻ പറയാ സ്വർഗത്തിൽ ചെന്നിട്ട് വേണ്ടായോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാര്യം തീർക്കുന്നൊരു സുദിനമുണ്ട്. സ്തോത്രം. സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപാചത്തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപാചത്തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപാചത്തിട്ടമായി പേശിയോ. ഭാഷയെ വ്യാഖ്യാനം ചെയ്തവരും വരും, ഭാഷയെ വ്യാഖ്യാനം വരും, എല്ലാവരും ഒന്ന് മതിയാകും. രാജരാജൻ മജിക സിംഹാസന പുസ്തകമായി വരും. ആ രാജരാജൻ മജിക സിംഹാസന പുസ്തകമായി വരും. കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി. ദേ ചാലിയേക്കര പത്രോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന്റെ വരികളാണ്. തോട്ടത്തിലെ തൊഴിലാളിയും കൂടെ ആയിരുന്നു. അപ്പൊ അവനകത്തെ ക്രമക്കേടെല്ലാം കണ്ട് പുള്ളി മനോവേദനയ്ക്ക് എഴുതിയതാണ്. അതാ കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി. മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, എല്ലാവരും ഒന്ന് മതിയാകും. രാജരാജൻ മജിക സിംഹാസന പുസ്തകമായി വരും. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ഇരിക്കേണ്ട മുപ്പല്ലി യവന്മാരുടെ കയ്യിലാണ്. സമയത്ത് വന്ന് യുവമാര് കുത്തിയെടുത്ത് അപ്പൊ ഓടിച്ചങ്ങ് പറയാം. ഈ മാംസം കുത്തുമ്പം യാഗം കഴിക്കുന്ന പുള്ളി പറയും, അയ്യോ ദഹിച്ച് തീരട്ടെ, എന്നിട്ട് ആവശ്യമുള്ളത് എടുത്തോണ്ട് പറയാം. അല്ലല്ല ഇപ്പൊ തന്നെ തരണം, തന്നില്ലെങ്കിൽ ഞങ്ങൾ ബലാൽക്കാരേണ. അങ്ങനല്ലേ മോളെ? പെട്ടെന്ന് വായിച്ചേ. അങ്ങനെ തന്നെ എഴുതിയേക്കണം. വായിര്. അല്ലെന്ന് ഉരുളിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് മേളിലോട്ട് കയറി വെച്ച് വരാം. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം അടിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ ഒരു മുപ്പല്ലിയായിട്ട് വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടുകിലോ കുത്തും. മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഈശ്വരവരും അങ്ങനെ തന്നെ ചെയ്യും. മേരസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നതിനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചതവൻ അന്നേരം അവൻ എന്നാ പറയുന്നത്? മേരസ് ദഹിച്ച് കഴിയുന്നതിനെ ആഗ്രഹിക്കുന്നിടത്ത് എടുത്തുകൊള്ളാന്ന് പറയുമ്പോൾ അവനോട് ഇപ്പൊ തന്നെ തരണം,
അല്ല, ആ. ഇപ്പോൾ തന്നെ തരണം. തന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ബലാത്കാരനെ എടുക്കുമെന്ന് ഇവൻ പറയും. സഭയ്ക്കകത്ത് കയറി ഗുണ്ടായുസം കാണിക്കാൻ പോവാ. എടാ വിഡി, സഭ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലവാ. നിനക്ക് ഗുണ്ട കളിക്കാനുള്ളതോ അല്ല സഭ. നീ സഭയ്ക്കകത്ത് കയറി ഗുണ്ടായുസം ഇറക്കിയാൽ സഭക്കാർ പ്രാർത്ഥിക്കും, നിന്റെ അടിവയറ് ദൈവം ഇളക്കും. ആ, ഏതായാലും കൊതുക് പറഞ്ഞല്ലോ, ഒന്നേ അടിച്ചിയാകുക കുടിച്ചിയാകുക. നീ പാവം പിടിച്ച ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവ കുഞ്ഞുങ്ങൾക്കും എതിരെ നീ ഗുണ്ടായുസം കാണിച്ചാൽ, ആ ചൊല്ലി പറഞ്ഞു, ഞാൻ മട്ടാഞ്ചേരി പിള്ളേര് നിന്നെ മട്ടൻ ഒലത്തും പോലെ ദൈവം ഒലത്തും. ഇന്നാളൊരുത്ത പറഞ്ഞു, ചെങ്കൽച്ചൂളെന്ന് ഞാൻ പിള്ളേരെ. ചെങ്കൽച്ചൂളെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ട്. അല്ലാത്ത രീതിയിലാണ് നീ ഇറക്കുന്നെങ്കിൽ ദൈവം നിന്നെ ചൂളക്കകത്തിട്ട് പൊരിക്കും. സഭ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാണ്, ഗുണ്ടകൾക്ക് വിളയാടേണ്ട സ്ഥലമല്ല. നിന്നെ മുഷ്ടി ചുരുട്ടി കൈയൊക്കെ തെറുത്ത് വെച്ച് നിന്നെ ദൈവം ശരിയാക്കും. സഭ ദൈവത്തിൻ്റെതാ, എന്റേതല്ല, നിങ്ങളുടെതല്ല, ആരുടെയല്ല, സഭ ദൈവത്തിൻ്റെതാ. കർത്താവ് സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിക്കുമെന്ന. ഒരു ആഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി. ഞായറാഴ്ച വരുന്നത് ഗുണ്ട കളിക്കാനും തർക്കമുണ്ടാക്കാനും വാദിക്കാനല്ല, ഒരാഴ്ച നടത്തിയ ദൈവത്തെ ഒന്നിച്ച് മഹത്വം കരേറ്റാനാ, ദൈവത്തിന് സ്തോത്രം ചെയ്യാനാ, ദൈവത്തെ സ്തുതിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. അന്നേരം നീ ഹോളിന്റെ മൂലയ്ക്ക് നിന്ന്, മിറ്റത്ത് നിന്ന്, വരാന്തയിൽ നിന്ന്, വെയ്ത്തോമിന്റെ മേളിൽ കയറി അവിടെ മണ്ടയിൽ നിന്ന് നീ കുരുക്കൊപ്പിച്ചാൽ സൂക്ഷം നിന്നെ ദൈവം കുരുക്കും. യവന്മാരെ ബലാത്കാരം എടുക്കുവന്ന്. ഈ വേറെ പ്രമാണം എന്നാന്ന് ചോദിച്ചാൽ, യാഗം കടിച്ചു കഴിഞ്ഞ് ശേഷിപ്പ് വല്ലതുകൊണ്ട് പുരോഹിതം ഭക്ഷിക്കണം. അതും വേവിച്ച മാംസവും തിന്നാവൂ, പച്ചമാംസം തിന്നരുത്. അതാവൻ പറഞ്ഞത് ദഹിച്ച് കഴിക്കട്ടെന്ന്. 2 മണിക്കൂർ മതി എന്നാ പറഞ്ഞത് ഹോമയാഗം ദഹിക്കാൻ. സമയമില്ല. ഇപ്പൊ നമ്മൾ ശുശ്രൂഷകളൊക്കെ ചെന്ന സമയമില്ല. അമേരിക്കയിലൊക്കെ ഒട്ടും സമയം. ചിലടത്ത് നിങ്ങളുടെ സഭയിലൊക്കെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അമേരിക്ക സമുദ്രം. ഇഷ്ടം പോലെ. അതാ നിങ്ങളുടെ സഭയിലാണ്, അതങ്ങനെ പല സഭയുണ്ട്. സ്തോത്രം. മിക്കടത്ത് സമയമില്ലെന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ചിലടത്ത് സമയമില്ലെന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് സമയമില്ല, വചന ശുശ്രൂഷയ്ക്ക് സമയമില്ല. ഇത് കഴിഞ്ഞ തീറ്റയ്ക്ക് നല്ല സമയമാണ്. കത്തി മുള്ളും എടുത്ത് കുത്തി 3-4 പ്രാവശ്യം പോയി നല്ല പേര്, എല്ലാത്തിനും ദീനോവാ. എല്ലാവരുടെയും കാര്യം അല്ലേ പറഞ്ഞത്. ഭക്ഷണം വേണം, കഴിച്ചോ. അതിലും അത്യാവശ്യം ആരാധന, ആത്മീയമായ വിഷയം. ഇപ്പം നമുക്ക് സമയമില്ലെന്ന് വെയിറ്റ് ചെയ്യാൻ. ഇത് കുത്തിയെടുക്കുക. അപ്പൊ പറയും ദഹിച്ച് തിരക്കില്ല, തന്നില്ലേ ബലാത്കാരണ. ചുരുക്കി പറഞ്ഞ ഗുണ്ടായിസോ തർക്കോ വാദവും അധികം വിവരിക്കുന്നില്ല. ഒടുവിൽ ഇവർ പ്രശ്നമുണ്ടാക്കി, ദൈവത്തിന്റെ വഴിപാട് ഇവർ നിന്ദിച്ചു. ഒടുവിൽ നിന്നിച്ച് പ്രശ്നമായപ്പോൾ ഓടിച്ചങ്ങ് പറയുക, ഇവര് ഫെലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോയി. നിങ്ങളെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. യുദ്ധത്തിന് പോകാൻ നേരത്ത് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് വരിക. ആദ്യ യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ പരാജയമായി. വിവരിക്കുന്നില്ല അധികം, പരാജയമായി. രണ്ടാമത്തെ പോക്ക് പോയി, യഹോവയുടെ പെട്ടകം ശീലോവിൽ ചെന്ന് പെട്ടകം എടുത്തു. പ്രമാണ ദൈവത്തെ വിളിക്കാത്തവന്മാരാ, ഗുണ്ടായിസക്കാരാ, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ശാപ്പാട് കഴിക്കുന്നവന്മാരാ. യഹോമാര് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് വന്ന്. എങ്ങനെയുണ്ട്? പെട്ടകമായിട്ട് വന്നപ്പോൾ ഈ ഏലിയുടെ 2 പിള്ളേര് ഫ്രണ്ടിലുണ്ട്. ചിലർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, കൺവെൻഷൻ ആകുമ്പോൾ മുടുത്ത ബാഡ്ജും കെട്ടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാവം പിടിച്ച 2 അമ്മമാരും 2 സഹോദരന്മാരും ഒക്കെയാ അവരാ. അല്ലാത്ത കാര്യത്തിന് വരും. പെട്ടകം കൊണ്ടുവന്നപ്പോൾ യവന്മാർ 2 ഫ്രണ്ടിലുണ്ട്. വായിച്ച മോളെ 4-ാമത്തെ ആയതിന്റെ ഒന്നും ഇടയ്ക്കത്തൊന്നും പറയുന്നില്ല, വായിച്ചോ. 4-1 പെട്ടെന്ന് വായിര്. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്. ഏലിയുടെ പിള്ളേർ വചനത്തെ തിരസ്കരിച്ചപ്പോൾ ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബെനെസരിനരികെ പാളയമിറങ്ങി. എബെനെസരിനരികെ പാളയമിറങ്ങി. അടുത്തത് ഫെലിസ്ത്യർ അഫേക്കലിനും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. ഓടിച്ചു വായിര്. പട പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. എല്ലാം തോറ്റു. കാരണം ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കില്ല, ഗുണ്ടായുസം പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചാപ്പാട് കഴിക്കുക, സഭയ്ക്കകത്ത് ക്രമക്കേടുകൾ ഇതെല്ലാം വെച്ചു യുദ്ധത്തിന് പോയ വല്ലതും ജയം ഉണ്ടാകുമോ? മുഴുവൻ തോറ്റുപോയി. പ്രവർത്തനം നന്നായിട്ട് നടക്കുന്ന, പക്ഷെ അതിന്റെ വിജയം കാണുന്നില്ലല്ലോ. തോറ്റു പോവുക.
അപ്പൊ ഇവന്മാര് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ 4000 പേര് അവർ ഈ ഓടിച്ച് പറയാം. 4000 പട്ടപ്പ യവന്മാര് പറഞ്ഞു പെട്ടകമില്ലാഞ്ഞിട്ടാന്ന്. അതാ ഈ പ്രശ്നങ്ങളല്ല. എന്നാ നമുക്ക് പെട്ടകം എടുത്തോണ്ട് വരാം. ഉടനെ പോയി പെട്ടകം എടുത്ത് വായിച്ചെടുത്ത വാക്യം 4:4. അങ്ങനെ തന്നെ ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഈ പ്രമാണമില്ലാത്തവനെല്ലാം ചെന്ന് ശീലോവ് ചെന്ന് പെട്ടകം. ശീലോവ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒത്തിരി പറയുന്നുണ്ട്. ശീലോവ് എന്ന് പറഞ്ഞാൽ അത് സമാഗമന കൂടാരം കൊണ്ട് നിർത്തിയ സ്ഥലമാണ് ശീലോവ് കനാനിൽ. നിങ്ങളാണ്ട് യോശുവയുടെ പുസ്തകം 18:1 വായിച്ചാൽ പെട്ടെന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് നിർത്തി പോകാം. 18:1 പെട്ടെന്ന് വായിച്ചോ. യോശുവയുടെ പുസ്തകം 18:1 പെട്ടെന്ന്. യോശുവ അല്ല ദൈവദാസനെ അമ്മാമ്മ വായിച്ചു. എഴുന്നേറ്റ് ഒന്ന് വായിച്ചു. എല്ലാവരും ഒന്ന് കാണട്ടെ. ഉറക്കെ വായിര്. അമ്മാമ്മ ഏതാ? നമ്മുടെ അനിയത്തിയാണോ? TPM ഏതായാലും ആട്ട് വായിച്ചോ. ഒത്തകമല്ലയോ ദൈവനെ? ശീലോവിൽ കൊണ്ടുവന്ന സമാഗമന കൂടാരം നിർത്തി. ശ്രദ്ധിക്കണം, ഈ ശീലോവ് എന്ന് പറയുന്നത് എഫ്രയീം ഗോത്രത്തിന് അവകാശമായി കൊടുത്ത സ്ഥലമാണ് ശീലോ. 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ച യോശുവ 16:6. ശീലോ വരെ. കാരണം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ യോസേഫിന്റെ മക്കൾക്ക് അവകാശം കൊടുക്കുക. അതിന്റെ 5-ാം വാക്യം മുതൽ എഫ്രയീമിന് കൊടുക്കുക. 6-ാം വാക്യത്തിൽ പറയുക ഈ ശീലോവ് എഫ്രയീമിന് കൊടുത്ത സ്ഥലമാണ്. അതൊക്കെ ഒത്തിരി വിവരിക്കേണ്ടത് ഭാഗത്തേക്ക് പോകുന്നില്ല. ആ ശീലോവിൽ ചെന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് ഓടിച്ചു നിർത്തുക. പെട്ടകം കൊണ്ടുവന്ന് പെട്ടകമായിട്ട് വാളയത്തിലോട്ടിറങ്ങി യുദ്ധത്തിന്. പക്ഷേ ജയം ഉണ്ടായില്ല. പെട്ടകം പെലിസ്തരി പിടിച്ചുകൊണ്ട് പോയി. ഏലിയുടെ 2 പിള്ളേര് പോർക്കളത്തിൽ പാട്ടു. ഏലിയുടെ പിള്ളേര് പാട്ടുപോയി. മരണവാർത്ത വന്ന് ഏലിയോട് അറിയിച്ചപ്പോൾ അയാൾ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് ചത്തു. നമ്മൾ അന്ന് മനോരമ കൊടുക്കുന്ന നല്ല പോർ പൊരുതി ഓട്ടം തെറ്റിത് കഴുത്ത് പെടലി എത്തതാ. പിന്നെ അങ്ങനെയൊന്നും മനോരമ കൊടുക്കാൻ ഒക്കത്തിലോ. കർത്താവിൽ നിന്നിട്ട് പ്രാപിച്ചു. ആയിക്കോട്ടെ, പെടലി ഒടിഞ്ഞ് മൂപ്പില തീർന്നു. 2 പിള്ളേര് പോർക്കളത്തിൽ പട്ടു. വിനേകാസന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതി. ഈ വാർത്ത കേട്ട അമ്മായിയപ്പനും ഭർത്താക്കന്മാരും മാറ്റപ്പെട്ടെന്നുള്ള ദയനീയമായ വാർത്ത കേട്ടപ്പോൾ അവൾ പ്രസവിച്ചു. ആ പ്രസവത്തിൽ അവൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിള്ളേര് പോർക്കളത്തിൽ ചാകുന്നു, അപ്പൻ പള്ളിക്കകത്ത് ചാകുന്നു, പെമ്പള ലേബർ റൂമിൽ ചാകുന്നു. കുടുംബത്തിൽ ഇനി അനർത്ഥം വരാനുണ്ടോ? കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പറയുക ജീവൻ പോയ സമയത്ത് 4:22. പെട്ടെന്ന് വായിച്ചോ. 4:22. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ടു അമ്മാവി അവനെ ഭർത്താവിനെ ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോർ എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ ഏലിയുടെ കാലത്ത് മഹത്വം നഷ്ടപ്പെട്ടു. ഇനി വിശദീകരിച്ച് പ്രസംഗിക്കുക. എനിക്കിതൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും കിട്ടിയാൽ നല്ലതാ. പാട്ടുമൊക്കെ ചേർത്ത് പേടിക്കണ്ട്. ഇപ്പം നിർത്തുക. ഷോർട്ടായിട്ട് പറയാം. പണ്ടൊരു ഉപദേശിച്ച് പറഞ്ഞ പോലെ 5 പറ നെല്ലുണ്ടെങ്കിൽ വലിയ ചിക്ക് വായിലും നമുക്കത് ഉണങ്ങാം, കൊച്ചു വായിലും ഉണങ്ങ. അത് പണ്ട് ഞങ്ങളുടെ പാപ്പച്ചൻ പറഞ്ഞു. ഒരു ഉപദേശം വന്ന് പറഞ്ഞു, ഇത് ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ ചരിത്രം പറയണമെങ്കിൽ എനിക്ക് ഒരു 5 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ പാപ്പച്ചൻ പറഞ്ഞു ആ 40 വർഷം എന്നുള്ളത് 4 ദിവസമാക്കി അരമണിക്കൂർ കൊണ്ടിരിക്കാൻ എല്ലാവർക്കും പോകാമല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ അങ്ങ് ചുരുക്കുക. ദൈവത്തിന് മകത്ത്. ഏലിയുടെ പിള്ളേര് നഷ്ടപ്പെട്ട് കുടുംബത്തിൽ പ്രശ്നമായി. ഈ സ്ത്രീ പ്രസവിച്ചപ്പോൾ പറയുക മകത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ശ്രദ്ധിക്കുക, ഏലിയുടെ കാലത്ത് മകത്വം പോയി. ആ മകത്വം തിരിച്ചു കൊണ്ടുവന്നത് മുമ്പേ ഓർപ്പിച്ചല്ലോ. ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന ദാവീദ് തിരിച്ച് ഈ മകത്വം കൊണ്ടുവന്നു. വിവരിക്കുന്നില്ല അധികം. ദാവീദ് പെട്ടകം കൊണ്ടുവരും. ഏലിയുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ പെട്ടകം ദാവീദ് തിരികെ കൊണ്ടുവന്നു. ദാവീദ് പെട്ടകം കൊണ്ടുവരാൻ 2 പോക്ക് പോയി. 1-ാമത്തെ പോക്ക് പ്രശ്നമായി. കാരണം ശൗമന്റെ പുസ്തകം വായിക്കുന്ന 1-ാമത്തെ പോക്കിൽ 30,000 ബിരുദന്മാരുമായിട്ടാ പോയത്. ഇപ്പൊ സഭയ്ക്കകത്ത് വിശുദ്ധന്മാരും വേർപാട് പാലിക്കുന്നവരും കുറവാ. ബിരുദന്മാരല്ലയോ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ എല്ലാം ബിരുദന്മാരാ. ദാവീദ് 30,000 ബിരുദന്മാരുമായിട്ട് പോയി. ബിരുദന്മാരവിടെ ചെന്ന് യഹോവയുടെ പെട്ടകമെടുത്ത് അപ്പോൾ പോകാൻ നേരത്ത് പറഞ്ഞു നമുക്ക് ഈ ഓൾഡ് പെന്തിക്കോസ് അല്ല, നമ്മൾ എന്തോ ഇപ്പോഴത്തവരുണ്ടല്ലോ ന്യൂജൻ പെന്തിക്കോസ്. അപ്പോൾ എന്നെ അതിന് പോകാൻ വഴി. അത് പണ്ട് അപ്പച്ചന്മാരായിരുന്നു പെട്ടകമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നും. നമുക്ക് വണ്ടിയെ പിന്നെ പെട്ടെന്നൊരു വണ്ടി കൊണ്ടുവന്നു. വണ്ടിയെ കെട്ടാൻ 2 കാള, ആദ്യം 2 പശുക്കൾ. 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിയെ കെട്ടി അത് വേർച്ചമയിലേക്ക് തിരിഞ്ഞു. ആ ഭാഗം നിങ്ങൾക്കറിയാം, അജുന് ഇത് വല്ലതും അറിയാം. 2-ാമത്തെ പോക്ക് പോയപ്പോൾ ആ വണ്ടിക്ക് കാളെ പിടിച്ച് കെട്ടി.
കാളെ പിടിച്ച് വണ്ടിക്ക് കെട്ടി പെട്ടകമെടുത്ത് വണ്ടിക്കകത്ത് വെച്ചു. മുമ്പേ ഓർപ്പിച്ചല്ലോ, പെട്ടകത്തിനകത്ത് 3 കാര്യമാണ്. മണ്ണായിട്ട് വെച്ച മുൻപാത്രം, അകരോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. പെട്ടകം വണ്ടിക്കകത്ത് വെച്ചു, കാളെ പിടിച്ച് വണ്ടിക്ക് കെട്ടി. ആദ്യം പശുവായിരുന്നു, പശുവത്തിലെ പശു ബേത്ശമയിലേക്ക് തിരിഞ്ഞു. ആദ്യം പശു വലിച്ചു, ഇപ്പൊ കാള എന്ന് പറഞ്ഞാൽ ചില എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാ, ചില സഭ ചില അമ്മാമ്മമാരാ ഭരിക്കുന്നത്. പശു തങ്കമ്മയുടെ സഭ, ചിന്നമ്മയുടെ സഭ, മേരിക്കുട്ടിയുടെ സഭ. ചില സഭ വിഷയം ചോദിച്ചാൽ അമ്മാമ്മ എന്നാ പറയുന്നു, അത് വീട്ടിൽ സഭ ദൈവത്തിൻ്റെ. അവിടെ പശു, ഇവിടെ ഏതാണ്ട് 2 കാള. ചില സഭ ചില അച്ചായന്മാരാ ഭരിക്കുന്നത്. ബേബിച്ചായൻ്റെ സഭ, തങ്കച്ചായൻ്റെ സഭ, പാപ്പച്ചായൻ്റെ സഭ. ഏതാടാ സഭ ദൈവത്തിൻ്റെതാ. ഇത് 2 മൂരിക്കാളെ കൊണ്ട് വണ്ടിക്ക് കെട്ടി. കാള വണ്ടി അങ്ങോട്ട് വലിച്ച. അപ്പൊ പാട്ടുകാര്, വാദ്യത്രങ്ങളും, വീണ, മുരജൻ, കിന്നരൻ, തപ്പ, തമ്പുരുള്ള പാട്ടുകാര്, സെലക്ടഡ് പാട്ടുകാരങ്ങോട്ട് വന്നു, അടിച്ച് പെരുപ്പിച്ച് പാടി, ആടിച്ചങ്ങോട്ട് പാടി. പാട്ടുകാരങ്ങോട്ട് പാടി ഇളകി. ആ കാള വണ്ടി വലിച്ചു. എന്തിന്? ആ കാള വണ്ടി വലിച്ച് നാഗവന്റെ കളത്തിൽ വന്നപ്പോ കാള വരണ്ടു. കാളയ്ക്ക് എന്നാ വണ്ടി എന്നാ പറഞ്ഞ വണ്ടി ഇളകിയപ്പോ പെട്ടകം അനങ്ങി. ഉസാ പെട്ടകത്തെ വട്ടം പിടിച്ചു. അവൻ തട്ടിപ്പോയി. ദാവീദ് ഞെട്ടിപ്പോയി. ഞെട്ടി വെച്ച് ദാവീദ് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ വണ്ടിയും വേണ്ട, മന്നയും വേണ്ട, വടിയും വേണ്ട, കാളം വേണ്ട, എങ്ങോട്ടെല്ലാം കൊണ്ടുപോകാൻ. അവർ പറഞ്ഞു, അച്ഛനല്ലയോ ഇതെല്ലാം പൊക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. എടോ ഞാൻ തന്നെ പറഞ്ഞത് എങ്ങോട്ടെല്ലാം കൊണ്ടുപോകാൻ. അതിനാ എടാ തൊടുന്നവൻ ചാകുക, എൻ്റെ ദേഹത്ത് മുട്ടിക്കരുത്. തൊടുന്നവൻ ദാവീദ് അങ്ങോട്ട് തുള്ളിപ്പോയ ദാവീദ് ഇങ്ങോട്ട് തുള്ളി മാറുക, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? എടോ എങ്ങോട്ടേലും കൊണ്ടുപോകൂ. അച്ഛാ ഇത് എങ്ങോട്ട് കൊണ്ടുപോകും? നോക്കിയപ്പം ഓബേദോമിൻ്റെ വീട്. എൻ്റെ ഭാഷയാ, നശിക്കാൻ കൊണ്ട് കയറ്റിയതാ. അവനത് ഗുണമായി. നശിക്കാൻ കയറ്റിയതാ. ഈ ചില കാര്യങ്ങൾ നിന്നെ നശിപ്പിക്കാനാ, പക്ഷെ നിനക്ക് ഗുണവാ. ഗുണവാ. അയ്യോ പാസ്റ്ററെ, ഗുണമാണ്. നിന്നെ തകർക്കാനാ ഇത് ഒപ്പിച്ചത്, പക്ഷെ നിനക്ക് ഗുണമാ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നേ. നിന്നെ തകർക്കാനാ ഇത് ഒപ്പിച്ചത്, പക്ഷെ നിനക്ക് ഗുണമാ. എനിക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യം ഗുണമായി. കള്ളൻ ഏതാണ്ട് പിടികിട്ടി. കള്ളൻ കപ്പലേ തന്നെ. ഇത്രയും വർഷമായിട്ട് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കുഞ്ചായന് ചില കാര്യം ചിലപ്പം ബോധ്യപ്പെട്ട് കാണും. ചിലത് നമുക്ക് ഗുണമാണ്, ചിലത് ഗുണമാണ്. നശിക്കാനാ കൊണ്ട് കയറ്റിയത്, പക്ഷെ അവനും അവൻ്റെ കുടുംബത്തിനും ഗുണമായി. എനിക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യം ഗുണമായി തീർന്നു. കഷ്ടത്തിലായത് എനിക്ക് തന്നെയല്ല. നേരത്തെ ഞാൻ പ്രാർത്ഥിക്കും, ഇപ്പോഴാണ് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഗുണമാക്കി. അയ്യോ ഇതാ യോസേപ്പ് അങ്ങനല്ലേ പറഞ്ഞത്, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ദോഷം നിരൂപിച്ചു, പക്ഷെ എൻ്റെ ദൈവം അത് ഗുണമാക്കി തീർത്തു. നിനക്ക് ദൈവം ഗുണമാക്കി തീർക്കുമെന്ന്. അവൻ നശിക്കാൻ കൊണ്ട് കയറ്റിയതാ. അതിന്റെ കാരണം പറയാം. ഈ ചരിത്രം പറഞ്ഞത് ഓബേദ് ഏദോമെന്ന് പറയുന്നത് കോരകിന്റെ കൊച്ചുമോനാണ്. കോരക് പണ്ട് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ കോരച്ചൻ. പഴയ കോരച്ചൻ, മറ്റേ കോരച്ചനല്ല, കോരച്ചൻ്റെ കൊച്ചുമാനാണ്. യവന്മാർ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി വില്ലന്മാരാ. വല്യപ്പനെല്ലാം അങ്ങ് താന്നു. അപ്പം ഈ കൊച്ചുമക്കളോട് വല്യപ്പന്മാർ ഇതായതുകൊണ്ട് ഇച്ചിരി ചെറിയ ഒരു ചൊരുക്കുണ്ട് ഇസ്രായേൽ മക്കൾക്ക്. ഇമാർ ഉടക്കുണ്ടാക്കും, വഴക്കാളികളാണ്. ചില പിള്ളേർ വഴക്കുണ്ടാകും, പറയല്ലേ അയ്യോ അവൻ്റെ അപ്പനും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പഴയ ആൾക്കാർ അയ്യോ അവൻ്റെ വല്യപ്പൻ ചാക്കോ ഇതിൻ്റെ അപ്പുറത്തെ മൂശാട്ടയായിരുന്നു. ചുരുക്കി പറഞ്ഞ പാരമ്പര്യമായിട്ട് ഇവർക്ക് വഴക്കാളികളാണ്. അപ്പം അതുകൊണ്ട് ദാവീദ് എന്ന് ചേട്ടാ തൊടുന്നവനെല്ലാം തട്ടിപ്പോവുക. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് വെച്ചോ, തീരുന്നെങ്കിൽ കൈക്ക്. നശിക്കാൻ കൊണ്ട് കയറ്റിയതാ, അവനത് ഗുണമായി. 3 മാസമേ വെച്ചോളൂ, അവനെ അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇത് വെക്കേണ്ടതുപോലെ വെച്ചാൽ നിനക്ക് അനുഗ്രഹമാണ്. ഇതെടുക്കേണ്ടതുപോലെ എടുത്താൽ നിനക്ക് അനുഗ്രഹമാണ്. ഇത് ചുമക്കേണ്ടതുപോലെ ചുമത്താൽ നിനക്ക് വിടുതല. 3 മാസം കെടുത്തിനിടയിലെ ദാവീദ് പോയി പുനഃപരിശോധന നടത്തിയെന്ന പെട്ടകം കൊണ്ടുവന്നപ്പോൾ ആള് തട്ടിപ്പോകാൻ കാര്യമെന്നാ പ്രമാണം വായിച്ചപ്പോൾ മനസ്സിലായി, ഇത് വണ്ടിക്കകത്ത് കയറ്റേണ്ടതല്ല, തോളെ ചുമണ്ടതാ. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വാക്യമല്ല അറിയാം. ഇത് കാശ് കൂടുമ്പോൾ, പുത്തൻ പണം കൂടുമ്പോൾ, അമേരിക്കൻ പണോ, കാനഡ പണോ, ലണ്ടൻ പണോ, ഇന്ത്യൻ പണോ, കേരളത്തിൽ ഈ പണമെല്ലാം കൂടെ വർദ്ധിക്കുമ്പോൾ ഇത് പ്രമാണം മാറ്റാനൊക്കത്തില്ല.
അമേരിക്കയിലും ഈ പ്രമാണം തന്നെ, കാനഡയിലും ഈ പ്രമാണമാ, ലണ്ടനിലും ഈ പ്രമാണമാ, ഇന്ത്യയിലും ദൈവമക്കൾക്ക് ഇതാ പ്രമാണം. ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനമാ, കേരളത്തിലും ഇതാ പ്രമാണം, തുരുത്തിക്കാട്ടുകാർക്കും ഇതാ പ്രമാണം. കാശ് വന്നോട്ടെ, വീട് വന്നോട്ടെ, സമ്പത്ത് വരട്ടെ, പക്ഷെ പ്രമാണത്തിന് മാറ്റമില്ല. ഇത് വണ്ടിക്കകത്ത് കയറ്റേണ്ടതല്ല, ഇത് വിശുദ്ധന്മാർ തോളെ ചുമണ്ടതാ. ദാവീദ് പുനഃപരിശോധന നടത്തിയപ്പോൾ മനസ്സിലായി വണ്ടിക്കകത്തിലെ തോളയിൽ. രണ്ടാമത്തെ പോക്ക് ദാവീദ് പോയപ്പോൾ ബിരുദന്മാരെ കൊണ്ടുപോയില്ല, 850 ലേവ്യര് പാട്ടുകാരെ കൊണ്ടുവന്നു. യദുതൂൻ, ഹേമാൻ, ആസാഫ്, ആ വിശുദ്ധരായ പാട്ടുകാരെ, പ്രമാണമുള്ള പാട്ടുകാരെ കൊണ്ടുവന്ന് യഹോവയുടെ പെട്ടകം ലേവ്യര് തോളെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരികയാ. 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് ഒരു യാഗം കഴിച്ചു. 6 ചുവടന് ഓരോരോ യാഗം, അങ്ങനെ യാഗം കഴിച്ച് പെട്ടകം ഇങ്ങനെ കൊണ്ടുവരിക. ആ പരമനെ പറ്റിയ അലങ്കാര ഭാഷ സങ്കീർത്തനക്കാരൻ പറയുക, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാരതിന്റെ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ആ ഓർഡർ കണ്ടോ? സംഗീതക്കാർ മുമ്പിൽ, ഇതൊക്കെയാ സംഗീത ശുശ്രൂഷകരുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ പാട്ടുകാർ ഫ്രണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ശബ്ദം, സ്വരം, പദം, പദാനുപദം, പ്രയോഗം മേളിൽ നിൽക്കണം. വാദ്യോപകരണത്തിന്റെ ശബ്ദമെല്ലാം ഇതിന് കീഴെ. അതാ പുസ്തകത്തിലെ പ്രമാണം. ചിലയിടങ്ങളിൽ നിങ്ങൾ പാട്ട് പാടുക, ഏത് പാട്ടാന്ന് പോലും ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കുക. നമ്മൾ പിന്നെ അടുത്തിരിക്കുന്നതിന്റെ മോന്തയെ നോക്കുക, അവൻ ഏത് സ്റ്റാൻസായ എടുക്കുന്നത്. പിന്നെ പെന്തിക്കോസുകാർ രക്ഷപ്പെടുന്നത് ഒടുവിൽ ഒരു ഇളക്കമുണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ അപ്പച്ചനോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒടുവിൽ എന്ത് വായി കിടന്ന ഞങ്ങൾക്ക് ഒടുവിലാകുമ്പോൾ ഒരു കലി കയറുമെന്ന്. ലോകം തിരുന്ന ഒടുവിൽ ഞങ്ങൾക്കൊരു പുള്ളി പറഞ്ഞതാ. ഇത് കലി കയറുകയല്ല, പരിശുദ്ധാത്മാവാ. അപ്പൊ ചുരുക്കി പറഞ്ഞ പെട്ടകം അവൻ തോളെ വെച്ചു, സംഗീതക്കാർ മുമ്പിൽ, വീണക്കാർ പിമ്പിൽ, തപ്പോട്ടെന്ന കന്യകമാർ ഇരുപുറം. അവരിങ്ങനെ പെട്ടകം കൊണ്ടുവരികയാ. അങ്ങനെ വന്ന് ഓടിച്ചു നിർത്തുക. യെരൂശലേമിന്റെ മെയിൻ ഗേറ്റ് വന്നപ്പോൾ ദാവീദ് 24 സങ്കീർത്തനം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ മഹത്വം ഇന്ന് രാത്രി മടങ്ങി വരികയാ. നിന്റെ കുടുംബത്തിനകത്ത് മഹത്വം ഇറങ്ങുക, സഭയ്ക്കകത്ത് മഹത്വം ഇറങ്ങട്ടെ, നാളത്തെ ആരാധന മഹത്വം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നഷ്ടപ്പെട്ടു പോയ ദൈവമകത്ത് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. ആ പടയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ച് പാടിക്കാട്ടെ. ആ പറവകൾ മൃഗജാതി ഇടയുന്ന ജന്തുക്കളോ, പറവകൾ മൃഗജാ ഇടയുന്ന, കൈയടിച്ച് ചേർന്നു. രാജാക്കൾ, മഹത്തുക്കൾ, പ്രഭുക്കന്മാർ, വംശക്കാർ, രാജാക്കൾ, ഓരേ ചാകൻ, ഓ മഹത്വമേ, മഹത്വമേ. ചേർന്ന് പാടാൻ എഴുന്നേറ്റ് നിൽക്കാം. മഹത്വമേ, മഹത്വമേ. എഴുന്നേറ്റ് കൈയടിച്ച്, ഓ മഹത്വത്തിനോ സ്തോത്രയാഗത്തിനോ യോഗ്യൻ, ഗ്ലോറി. ഓ ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവകന്മാരോ, ഓ ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവകന്മാരോ, മേളത്താപ്പുകൾ നരങ്കൈ താളമേ വാട്ടി. ഓ മഹത്വമേ, മഹത്വമേ, മഹത്വത്തിനോ, ഓ മഹത്വമേ, ചേർന്ന് പാട്. ഓ മഹത്വത്തിനോ സ്തോത്രയാഗത്തിനും സ്തോത്രയാഗത്തിനും യോജനോ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഈ ജനറൽ കൺവെൻഷന്റെ ഒടുവിലത്തെ ദിവസം രാത്രി യോഗത്തിൽ ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. സമയം എടുത്തോളാം പറഞ്ഞത് കൊണ്ട് അല്പം എടുത്തത്. 9 പറഞ്ഞ് ഞാൻ 9 നിർത്തിയാനും, 9:30 പറഞ്ഞ് 9:00 നിർത്തിയാനും. എന്നാലും ദൈവദാസന്മാരും ദൈവമക്കൾ സഹകരിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും സഭയിലും ദേശത്തും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഒരു അപേക്ഷ, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ കൃപയുള്ളത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഒരു ചുവടെങ്കിലും വെക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അപേക്ഷിക്കുക, പ്രാർത്ഥിക്കണം.